ശ്രീപാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗണപതിക്ക് വിഘ്നേശ്വരൻ എന്നൊരു പേര് കൂടിയുണ്ട്, എല്ലാവർക്കും അറിയാലോ. ഈ ഒരു പേര് എങ്ങനെയാണ് വന്നത് എന്ന് നോക്കിയാലോ. നമ്മുടെ ജീവിതത്തിലൊക്കെ പുതിയ തുടക്കങ്ങൾക്കൊക്കെ ആദ്യം ഗണപതിയെ വന്ദിക്കണം എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഏത് പൂജകൾ തുടങ്ങുമ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യം ഗണപതിക്ക് പൂജ കഴിച്ചതിന് ശേഷമാണ് ആ പ്രധാനപ്പെട്ട പൂജയിലേക്ക് കടക്കുക. അപ്പോൾ അതിന് പിന്നിലൊരു കാര്യമുണ്ട്. പണ്ട് സൽക്കർമ്മങ്ങൾക്ക് അസുരന്മാർ വരുത്തി വയ്ക്കുന്ന വിഘ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാനായി ദേവന്മാർ പരമേശ്വരനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ പാർവതിയുടെ പുത്രനായി അവതരിച്ചു. ആ ശിശു ഗജാനനനും ത്രിശൂലം, പാശം ഇത്യാദി ധരിച്ചവനുമായിരുന്നു. തൻ്റെ പുത്രൻ്റെ ജാതക കർമാദികൾ നടത്തിയ പരമശിവൻ പിന്നീട് ഇങ്ങനെ അരുൾ ചെയ്തു: നിന്റെ ജനനം അസുരനാശത്തിനും ദേവന്മാർക്ക് സഹായത്തിനു വേണ്ടിയാണ്. നിന്നെ പൂജിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് നീ നിന്റെ പദവി നൽകണം. ബാലഗണപതിയായ നിന്നെ ആരാധിക്കുന്നവരെ ഏത് പ്രയത്നവും ചെയ്ത് നീ സഹായിച്ച് രക്ഷിക്കണം. 3 ലോകത്തിലുമുള്ള എല്ലാ വിഘ്നങ്ങളുടെ അധിപതി നീയാണ്. നീ ത്രൈലോക്യവാസികളാൽ വന്ധ്യനായിരിക്കും. ഏതു ദേവൻ്റെ പൂജ ആരംഭിക്കുന്നതിന് മുൻപായി നീ പൂജിക്കപ്പെടും. നിന്നെ ആദ്യമായി പൂജിക്കാതെ ഏതു കർമ്മം ആരംഭിച്ചാലും അത് അമംഗളമായി കലാശിക്കും. വിദ്യ ഉപദേശിക്കൽ, വിദ്യാരംഭം, ഗ്രന്ഥരചനകൾ എന്നിവ നിന്നെ വന്ദിക്കാതെ ആരാണോ ആരംഭിക്കുന്നത് അവരുടെ പ്രാണനെ നീ ഹരിച്ചുകൊള്ളുക. അതായത് അത് പൂർണ്ണമാവുകയില്ല എന്നതാണ് അർത്ഥം. ഇപ്രകാരമുള്ള പരമേശ്വരൻ്റെ അനുഗ്രഹം മൂലമാണ് ഗണപതിക്ക് വിഘ്നകാരകത്വം ലഭിച്ചതെന്ന് ലിംഗപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വരം അല്ലെങ്കിൽ പരമേശ്വരൻ്റെ ഇത്തരത്തിലുള്ളൊരു അനുഗ്രഹം ഗണപതിക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് കർമ്മം അല്ലെങ്കിൽ എന്ത് പൂജ ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം ഗണപതിയെ വന്ദിക്കുന്നത്.